അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. കാലക്കേടിൻ്റെ യൂക്കാൽ വിശുനത വളരും വാഴ്വിതൻ ദുഷ്കരത്വം മാലിന്യം തീർക്കലായൻ വ്യതിചലിതമനം നിഷ്ഠകൾ താണ്ടിടുന്നു. ആലംബം നൽകദേവി ഗുരുഭവനപുരേ വാമഭാഗേ വിളങ്ങും പാലേ ലീലേ വസിക്കൻ മനസി സുഹൃതസന്താനവല്ലി സുചില്ലി. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 16-ാമത്തെ അധ്യായം, ഹരിശ്ചന്ദ്രചരിതം. അതിൽ യാഗപ്പശുവായി രൂപത്തിൽ കെട്ടിയിരുന്ന ശുനശേഖനെ വധിക്കാൻ അതിന് നിയോഗിച്ച ആൾ തയ്യാറല്ലാതെ കണ്ടുവന്ന സമയത്ത് സ്വന്തം അച്ഛൻ തന്നെ 2 ഇരട്ടി ശുൽക്കം കിട്ടിയാൽ പുത്രനെ യാഗപ്പശുവായി വധിച്ച് രാജാവിൻ്റെ യജ്ഞത്തിനെ നടത്തിത്തരാം എന്ന് പറയുന്ന ഭാഗങ്ങൾ വരെയാണ് അവലോകനം ചെയ്ത് നിർത്തിയത്. വ്യാസൻ തുടർന്നുകൊണ്ട് പറയുന്നു: തൽശ്രുത്വാ വചനം തസ്യ ഹരിശ്ചന്ദ്രോ മുദാന്വിത തമുവാച ദദാമ്യദ്യഗവാം ശതമനുത്തമം. ഇപ്രകാരം ആജീകർത്തൻ പറഞ്ഞത് കേട്ട ഹരിശ്ചന്ദ്രൻ, ഞാനിപ്പോൾ അങ്ങക്ക് നല്ല ശ്രേഷ്ഠമായിട്ടുള്ള നല്ല കറവയുള്ള 100 പശുക്കളെ തന്നേക്കാം. ഈ കാര്യം ചെയ്യുന്നതിനായിട്ട് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ച ശുനശേഖൻ്റെ പിതാവായിട്ടുള്ള അജീകർത്തൻ തൻ്റെ സ്വന്തം മകനെ തന്നെ കൊല്ലാൻ ഒരുങ്ങി. ലോഭം കൊണ്ട് മനസ്സ് നേറിയ അവൻ പുത്രനെ കൊല്ലാൻ സമ്മതിച്ചു. താൻ തന്നെ കൊല്ലാമെന്ന് സമ്മതിച്ചു. അത് കണ്ട് സഭയിലുണ്ടായിരുന്ന ജനങ്ങളൊക്കെ ശോകാർത്തരായി ഹാഹാ എന്ന് വാവിട്ട് കരയാൻ തുടങ്ങി. ചിലർ പറഞ്ഞു, ഇവൻ മനുഷ്യനല്ല, ഇവൻ ബ്രാഹ്മണനല്ല, ഇവൻ പിശാചാണ്, മഹാപാപിയാണ്, ബ്രാഹ്മണൻ്റെ രൂപത്തിലുള്ള ചണ്ടാളനാണ് ഇവൻ. ഒരു പ്രാണികളും ചെയ്യാത്ത ഒരു കാര്യത്തിനാണല്ലോ ഇവൻ വന്നത്. എത്ര ദരിദ്രമുണ്ടായാലും എത്ര കഷ്ടപ്പാടുണ്ടായാലും ഒരു പുത്രനെ വിൽക്കുക എന്നുള്ളത് തന്നെ മാതാപിതാക്കന്മാർ ചെയ്യില്ല. അതും അറിഞ്ഞുകൊണ്ട് യാഗപ്പശുവാക്കി കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ അത് തീരെ ചെയ്യില്ല. അതും ഇവൻ ചെയ്തു. എന്ന് മാത്രമല്ല, ഇപ്പോൾ ധനത്തിന് മോഹിച്ചുകൊണ്ട് സ്വന്തം പുത്രനെ താൻ തന്നെ വധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ വന്നിരിക്കണു. വെട്ടാനായിട്ടുള്ള വാളും കൊണ്ട് 100 പശുക്കളെ ശുൽക്കമായി കിട്ടുമല്ലോ എന്നുള്ള ആ ലോഭത്തിൽ ഇവൻ ബ്രാഹ്മണനാണോ മനുഷ്യനാണോ, ചണ്ടാളനാണ്, ബ്രാഹ്മണ വേഷത്തിലുള്ളവനാണ് എന്നൊക്കെയാണ്, കുലം കെടുത്തുന്നവനാണ്. അയ്യോ കഷ്ടം, സ്വന്തം മകനെ കൊല്ലാനാണല്ലോ ഇവൻ ഒരുങ്ങിയിരിക്കുന്നത്. ചണ്ടാളനല്ലേ നീയ്? ഇങ്ങനത്തെ ഒരു പാപകർമ്മം ചെയ്യാൻ എന്തിനാ നീ ഒരുങ്ങിയിരിക്കണത്? മകനെ കൊന്നിട്ട് കുറേ ധനം കിട്ടിയിട്ട് നിനക്ക് എന്ത് സുഖമാണ് ജീവിതത്തിൽ കിട്ടുക? തൻ്റെ തന്നെ ആത്മാവാണ്, ആത്മാവൈ പുത്ര, സ്വന്തം ആത്മാവ് തന്നെയാണ് പുത്രനായി ജനിക്കുന്നത് എന്നുള്ളതല്ലേ വേദം പറയുന്നത്. ആ വേദം പഠിച്ച ബ്രാഹ്മണനല്ലേ, ഗായത്രി ജപിക്കുന്ന ബ്രാഹ്മണനല്ലേ നീയ്? ഈ പാപകർമ്മം ചെയ്യാൻ നിനക്കെങ്ങനെ കഴിയണു? സ്വന്തം ആത്മാവ് തന്നെയാണ് പുത്രനായിട്ട് ജനിക്കുന്നത് എങ്കിൽ ആ പുത്രനെ വധിക്കുക എന്നുള്ളത് സ്വന്തം ആത്മാവിനെ തന്നെ വധിക്കുന്നതിന് തുല്യല്ലേ?
ഇങ്ങനെയൊക്കെ ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സദസ്യരെ പറയാനും ആക്ഷേപിക്കാനുമൊക്കെ തുടങ്ങിയ സമയത്ത് വിശ്വാമിത്രൻ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പോൾ ഈ വിശ്വാമിത്രനാണ് ഇവിടെ യാഗം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഹരിശ്ചന്ദ്രൻ്റെ. വിശ്വാമിത്രൻ ചെന്നിട്ട് പറയുകയാണ് ഹരിശ്ചന്ദ്രനോട്, വിശ്വാമിത്ര ഉവാച രാജന്നമും ശുനശേഭം രുദന്തം വൃഷദുഃഖിതം ക്രതുസ്തേ ഭവിതാ പൂർണ്ണോ രോഗനാശശ്ച സർവധാ. രാജാവേ, ദുഃഖാർത്ഥനായിട്ട് വിലപിക്കുന്ന ഈ ശുനശേഭനെ വിട്ടയച്ചേക്കൂ. അങ്ങയുടെ യജ്ഞം പൂർണ്ണമായി കഴിഞ്ഞിരിക്കണു. ഇനി എങ്ങനെയും രോഗം മാറും. ദയയ്ക്ക് കരുണയ്ക്ക് സമമായിട്ടുള്ള ഒരു പുണ്യമില്ല. ഹിംസയ്ക്ക് സമമായിട്ടുള്ള ഒരു പാപവും മറ്റൊന്നില്ല എന്നാണ് ഇവിടെ വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രനോട് പറയണത്. ദയാസമം നാസ്തി പുണ്യം പാപം ഹിംസാ സമം നഹി. ഓർത്തു വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു വരിയാണ് 39ാമത്തെ ശ്ലോകത്തിൽ വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രനോട് പറയുന്ന വാക്കുകൾ. ദയാസമം നാസ്തി പുണ്യം. ദയയ്ക്ക് സമമായിട്ട് കരുണയ്ക്ക് സമമായിട്ടൊരു പുണ്യം വേറെ ഒന്നുമില്ല എന്നാണ് പറയണത്. പാപം ഹിംസാസമം നഹി. ഹിംസയ്ക്ക് സമമായിട്ട് മറ്റുള്ള പാപവും ഇല്ല. അപ്പോൾ ദയ, കരുണ, തിദീക്ഷ ഇതൊക്കെയാണ് ഭാഗവത മഹാപുരാണം നോക്കുമ്പോഴും ഭക്തൻ്റെ ലക്ഷണമായിട്ടൊക്കെ അവിടെ പ്രാണിമാത്രം എല്ലാവരിലും ദയ, കരുണ, മൈത്രീഭാവം, തിദീക്ഷാഭാവം ഉണ്ടാവുക. ഇതിനെയാണ് അവിടെ ഉത്തമ ഭക്തൻ്റെ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് ഭാഗവതം മുതലായിട്ടുള്ള മഹാപുരാണങ്ങൾ, ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിന് സമമായിട്ട് ഒരു യാഗമോ യജ്ഞമോ ദാനമോ ധർമ്മമോ വ്രതമോ നിഷ്ഠയോ ഒന്നുമില്ല എന്നാണ് പറയണത്. അതൊക്കെ ചെയ്തിട്ട് ഹിംസയും ദ്രോഹവും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്തു നടക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ അത്തരം ചെയ്ത കർമ്മങ്ങളെ കൊണ്ടൊന്നും യാതൊരു ഫലവുമില്ല. കാരണം ആ ഹിംസയ്ക്ക് സമമായിട്ട് മറ്റൊരു പാപങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. എല്ലാവരിലും ആത്മസ്വരൂപനായിരിക്കുന്നത് ഭഗവാനാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രാണിയെ ദുഃഖിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ദുഃഖിപ്പിക്കുന്നത് ഭഗവാനെയാണ്. ഒരു പ്രാണിയെ സന്തോഷിപ്പിക്കുന്ന സമയത്ത് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഭഗവാനെയാണ്. നമുക്ക് പ്രത്യക്ഷമായിട്ട് തോന്നാം, നമ്മൾ ഒരാളെ ചീത്ത പറയുന്ന സമയത്ത്, അവരെ ദുഃഖിപ്പിക്കുന്ന സമയത്ത്, അവർ കരയുന്ന സമയത്ത്, അവർ കേഴുന്ന സമയത്ത് ഞാൻ ജയിച്ചു, അവൻ തോറ്റു, അവന് വേണ്ടതുള്ള കാര്യം ഞാൻ കൊടുത്തു എന്നൊക്കെ. പക്ഷേ നമ്മൾ മറന്നു പോകണു, വാസ്തവത്തിൽ ദുഃഖിക്കുന്നത് നമ്മുടെ മുന്നിൽ കാണപ്പെടുന്ന ഒരു ശരീരമല്ല. ദുഃഖിപ്പിക്കുന്നത് ആ മനസ്സാണ്, ആത്മാവാണ്. ആത്മാവായിരിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ് ആത്മസ്വരൂപനായിട്ടിരിക്കുന്നത്. ആത്മാവ് ദുഃഖിക്കുന്നു എന്ന് പറയുമ്പോൾ ദുഃഖിക്കുന്നത് വാസ്തവത്തിൽ ആ ശരീരമല്ല, ആ ശരീരമെടുത്ത ഒരു മനുഷ്യനല്ല, ഒരു മൃഗമല്ല, ആ ഭഗവാൻ തന്നെയാണ്, ദേവി തന്നെയാണ്, ദേവൻ തന്നെയാണ് ദുഃഖിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മനസ്സാ വാചാ കർമ്മണ ആരെയും ദുഃഖിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. മധുരമായിട്ടുള്ള വാക്കുകൾ പറയൂ, സ്നേഹമായിട്ടുള്ള വാക്കുകൾ പറയൂ, സന്തോഷം തരുന്ന വാക്കുകൾ പറയൂ, ആരെയും ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകൾ പറയാതിരിക്കൂ എന്നൊക്കെ മഹാത്മാക്കളെ വീണ്ടും വീണ്ടും ഉദ്ബോധിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു ആത്മാവിനെ സന്തോഷിപ്പിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ സന്തോഷിപ്പിക്കുന്നത് ഒരു പ്രാണിയെയല്ല, ഒരു മനുഷ്യനെയല്ല, ഒരു മൃഗത്തെയല്ല, സാക്ഷാൽ ഭഗവാനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ദുഃഖിപ്പിക്കുന്നതും ആ ഭഗവാനെ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം.
ദയാസമം നാസ്തി പുണ്യം പാപം ഹിംസ സമം നഹി. മറക്കാതെ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്താവിഷയമായിട്ട് ഇതിരിക്കട്ടെ എന്ന്, അതിന് നമ്മളെ ദേവി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കാം. ശ്രീ മഹാദേവ്യൈ നമഃ.